കാര്യങ്ങളൊന്നുമില്ല. ഭരണാധികാരികൾ ഇത് മുൻകൈ എടുത്തുകൊണ്ട് ഒന്നല്ലെങ്കിൽ അവിടെയുള്ള സേഫ്റ്റി ആദ്യം ഉണ്ടാക്കണം. താനൂർ ബോട്ടപകടം ദുരന്തം അറിഞ്ഞ് സ്വയം മറന്ന് രക്ഷാപ്രവർത്തനം നടത്തിയവരിൽ വലിയൊരു വിഭാഗം മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ്. എന്നാൽ രക്ഷാപ്രവർത്തനം കഴിഞ്ഞപ്പോഴാണ് രക്ഷാപ്രവർത്തനം നടത്തിയവർക്കും വലിയ പരിക്കുകളുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അകത്ത് കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താൻ ബോട്ടിൻ്റെ ഗ്ലാസ് ഇടിച്ചു തകർത്തു. അപ്പോഴാണ് ഭൂരിഭാഗം പേർക്കും പരിക്കേറ്റത്. ബോട്ടിനകത്ത് ശ്വാസം കിട്ടാതെ മരണത്തോട് മല്ലിടുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ സ്വയം മറന്ന് കൈകൊണ്ടും കാലുകൊണ്ടും ഇവർ ഗ്ലാസുകൾ ഇടിച്ചു പൊട്ടിക്കുകയായിരുന്നു. ഇതിനിടയിൽ പല ജീവനും ഇവർക്ക് രക്ഷപ്പെടുത്താനും കഴിഞ്ഞു. കെട്ടുങ്ങൽ കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികളായ AK റഹീസിന് കൈയിനും കാലിനും പരിക്കുണ്ട്. സുഹൃത്തായ അൻഷിഫിന് കാലിനാണ് പരിക്ക്. സുഹൃത്തുക്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ബോട്ട് ദുരന്ത വാർത്ത ഇവർ അറിയുന്നത്. ഉടൻ അവിടേക്ക് ഓടിയെത്തുകയായിരുന്നു. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരാണ് അപകടത്തിൽപ്പെട്ടതെന്ന് അറിയാതെ രക്ഷാപ്രവർത്തനം നടത്തി പരിക്കേറ്റയാളാണ് റഷീദ്. പണി കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയം ബോട്ട് അപകടത്തിൽപ്പെട്ട വാർത്ത അറിയുന്നത്. ഉടൻ തന്നെ തോണിയുമായി വന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. ബോട്ടിൽ നിന്ന് ആളുകളെ പുറത്തെടുക്കാൻ മുന്നിലെ ഗ്ലാസ് ഇടിച്ചു തകർത്തു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കൈക്ക് പരിക്ക് പറ്റിയത്. സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെയാണ് രക്ഷപ്പെടുത്തുന്നത് എന്ന് അറിയാതെയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. കൈക്ക് മുറിവ് പറ്റി രക്തം അബോധാവസ്ഥയിലായ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. കുന്നുമ്മൽ റഷീദ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ 12 പേരാണ് മരണപ്പെട്ടത്. ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സുകളായിട്ട് ഇന്നലെ ഇവിടെ ഇരിക്കുകയായിരുന്നു. ചങ്ങാൻ്റെ ഉപ്പ വന്നപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു അവിടെ ബോട്ട് മുങ്ങി പോയിട്ടുണ്ട്. നമ്മളൊന്ന് നോക്കി എല്ലാവരുമായിട്ട് വണ്ടി എടുത്തിട്ട് പോയി. അവിടെ പോയി വണ്ടി എടുത്ത് നിർത്തിയിട്ട് ആളെല്ലാവരുമായിട്ട് പോയൊക്കെ എടുത്ത് ചാടി നമ്മളവിടെ രക്ഷാപ്രവർത്തനം നടത്തി. പക്ഷെ ഒന്നാമത് അവിടെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നാണെങ്കിൽ ആ ബോട്ടിൽ ഒരു 10-20 ആളെ കയറ്റുന്ന ഒരു ബോട്ടാണ്. അതിൽ ഇന്നലെ കൂടുതൽ ആളെ കയറ്റിയിട്ടുണ്ട് അവർ. പിന്നാണെങ്കിൽ 6 മണി വരെയാണ് അവിടെ ടൈമിങ്, അവർക്ക് സർവീസ് നടത്താനുള്ള ടൈം കൊടുത്തിട്ടുള്ളത്. അവർ പിന്നെ ലൈറ്റ് ഇട്ടുങ്ങാണ്ട് പിന്നെയും കൂടുതൽ നേരം അവർ അവിടെ സർവീസ് നടത്തി. പിന്നാണെങ്കിൽ അതിൻ്റെ മുകളിൽ ആൾക്കാരെ കയറ്റി, കൂടുതൽ ആൾക്കാരെ കയറ്റിയത് കൊണ്ടാണ് ആ ബോട്ട് അവിടെ അപകടത്തിൽപ്പെടാനുള്ള കാരണം. ഞാൻ ഈ ലൈറ്റിന്റെ നമ്മൾ പോയപ്പോൾ എല്ലാവരും അവിടെ രക്ഷാപ്രവർത്തനത്തിന് ആൾക്കാരുണ്ട്. പക്ഷെ കുറെ നേരം ഉള്ള പ്രയത്നത്തിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ JCB അതേമാതിരി നമ്മളെ ആൾക്കാരൊക്കെ വന്ന് വലിച്ച് കരക്കടുപ്പിച്ച് കുറെ ടൈം ആയതിന് ആൾക്കാരെ കിട്ടുമ്പോൾ. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഇതുവരെയ്ക്ക് നമ്മൾ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചതാണ്. അല്ല നമുക്ക് ഒന്ന് പൊട്ടിക്കാനുള്ള സാമഗ്രികളൊന്നും കിട്ടിയില്ല. കാലിന് അതേപോലെ ഗ്ലാസ് ചവിട്ടി പൊട്ടിച്ച നമുക്ക് കഴിഞ്ഞില്ല. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള സജ്ജീകരണം അന്നേരം അവിടെ ഇല്ല. അത് മേലേക്ക് ഉയർത്താതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതേമാതിരി തന്നെ ചില്ല് ചവിട്ടി പൊട്ടിച്ചതാണ്. നമ്മളിവിടുന്ന് ഒരു 10-15 ആളുകൾ പോയിട്ട്
ഭരണാധികാരികൾ ഇത് മുൻകൈ എടുത്തുകൊണ്ട് ഒന്നല്ലെങ്കിൽ അവിടെയുള്ള സേഫ്റ്റി ആദ്യം ഉണ്ടാക്കണം. ഈ അടുത്ത് ഉദ്ഘാടനം ചെയ്തു പോയ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണിത് കാണുന്നത്. അവരൊന്ന് സർക്കാർ എന്തെങ്കിലും അടിയന്തരമായിട്ട് ഇതിൽ മുൻകൈ എടുത്ത് പ്രവർത്തിക്കണം, അതേ നമുക്ക് പറയാവുള്ളൂ. അല്ലെങ്കിൽ ഇനി ഇതേപോലെ അപകടങ്ങൾ ഇവിടെ നടക്കാനുള്ള സാധ്യതകളുണ്ട്. ആ ബോട്ടിന് ലൈസൻസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അവരെ പേരിൽ ശക്തമായ നടപടി എന്തായാലും ഉണ്ടാവും. നമ്മളെ പോലുള്ള മനുഷ്യജീവങ്ങളാണ് ഇന്നലെ അവിടെ നമുക്ക് കാണാൻ പറ്റി. നമ്മളെ കൂടെ ഉള്ള ആൾക്കാരൊക്കെ നമ്മളെ ഫാമിലി ആയിട്ട് വരും. ചെറിയ പിഞ്ച് ഓമനകൾ വരെ ഉണ്ടായിരുന്നത്. 1 മാസത്തോളം ആയിപ്പോ ഇവിടെ കടലില് പണിയില്ല, ഫുള്ള് പേരെയാണ്. അതിന്റെ ഇടയിലാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ദുരന്തം ഇവിടെ സംഭവിച്ചത്. സഞ്ചാരികളൊക്കെ ഈ പെരുന്നാൾ കഴിഞ്ഞതിന്റെ ശേഷം ഫുള്ള് കൂടുതലാണ്. പിന്നാണെങ്കിൽ ഇപ്പൊ അവിടെ കുറച്ച് വികസനം കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ജനങ്ങള് കൂടി വരാൻ തുടങ്ങി. സുരക്ഷിതത്വം ബോട്ടിലില്ല. പക്ഷെ ആ ബോട്ടിൽ ഇന്നലെ ആരും ലൈഫ് ജാക്കറ്റ് ഒന്നും ഇട്ടില്ല. അതിൽ ആരും ഇട്ടിട്ടില്ല. ഉള്ളിലിരിക്കുന്നവരൊന്നും ആരും ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടില്ല. പിന്നാണെങ്കിൽ കൂടുതൽ ആൾക്കാർ അവർ കയറ്റും ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അവിടെ ഉണ്ടാവലില്ല, എല്ലാവരും ഉള്ളിൽ തന്നെയാണ്. പിന്നാണെങ്കിൽ ഇന്നലെ അതിന്റെ മുകളിലൊക്കെ ആൾക്കാർ കയറിയിട്ടുണ്ട്. അതാണ് ഒന്നാമത്. പിന്നാണെങ്കിൽ അതിന്റെ അടിവീതിയില്ലാത്ത തോണിയാണ്. ഒരു തോണിമ്മലാണ് ഇവര് ഈ ഒരു ബോട്ടുമാരാക്കിങ്ങാണ്ട് ഒരു വിനോദസഞ്ചാരം നടത്തുന്നത്. സേഫ്റ്റി എഞ്ചിൻ നിന്നൊന്നല്ല, അതൊരു ഭാഗത്തേക്ക് എല്ലാരും കൂടി ഇങ്ങോട്ട് ചരിഞ്ഞപ്പോൾ ആ ഭാഗം അങ്ങോട്ട് ചരിഞ്ഞു. അപ്പൊ സാധനം നേരെ ഒരു ഭാഗത്തേക്ക് ലോഡ് ഫുൾ വെയിറ്റ് ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ തോണിയോട് ചരിഞ്ഞ് അവിടെ അങ്ങനെ മുങ്ങിപ്പോയതാണ്.